നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ സീറ്റുകൾ 543 നിന്നും 800 അതിലേറെയോ ഉയർത്താൻ വേണ്ടിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് പുതുതായി നിർമ്മിച്ച പാർലമെന്റ് സമുച്ചയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യസഭയിലും ആനുപാതികമായി സീറ്റിൽ വർധനവുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ GDP അനുസൃതമായി സീറ്റ് വർധനവ് വേണം എന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാരിനോട് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശ്, ബീഹാർ അത്തരത്തിൽ നോർത്തേൺ സ്റ്റേറ്റുകളിലെ പോപ്പുലേഷൻ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഒരു വീട്ടിൽ 4-5 കുട്ടികൾ എന്ന രീതിയിലേക്കൊക്കെ മുന്നോട്ട് പോകും. ഫാമിലി പ്ലാനിംഗ് മെത്തേഡിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ 2-ൽ കൂടുതൽ പാടില്ല എന്ന സംവിധാനത്തിലേക്ക് കർശനമായ ഉപാധിയൊന്നും കേന്ദ്ര സർക്കാർ വെക്കില്ല. കാരണം വോട്ടവകാശവും ജാതീയമായ വോട്ടും ഒക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരമൊരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരില്ല. മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന ഭീതി BJP പറയുന്നു. എന്നാൽ ഹിന്ദു ജനസംഖ്യയിൽ വർധനവുണ്ടാക്കാൻ BJP നേതാക്കൾ പരസ്യമായി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമൊക്കെ ആഹ്വാനം ചെയ്യുന്നു. സംഘപരിവാർ ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ആളുകൾ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ രാജ്യം പോകുന്നത്. ഒരു സെനാറിയോ, പൊളിറ്റിക്കൽ സെനാറിയോ ആണ് ഡെവലപ്പായി വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് GDP ബേസിസിലാണ് ലോക്സഭാ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കൃത്യമായും ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളുടെ GDP പ്രൊഡക്ടിവിറ്റി വീണ്ടും ആക്കാൻ കൂടും. കാരണം ഈ രീതിയിൽ ദക്ഷിണേന്ത്യയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വികസിത സ്റ്റേറ്റുകൾ ഇന്ത്യയിലുള്ളത്, ആ സ്റ്റേറ്റുകളുടെ എല്ലാ രീതിയിലുള്ള ഉപയോഗവും മറ്റ് സംസ്ഥാനത്തുള്ളവരും ആഘോഷപൂർവ്വം അതിൻ്റെ ബെനിഫിറ്റ് കൊയ്യുന്നവരാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ വരുന്ന ബംഗാളിലെ കൂലിപ്പണിക്കാർ അല്ലെങ്കിൽ അസാമിലെ കൂലിപ്പണിക്കാർ അസാമിലേക്ക് കേരളത്തിൽ നിന്നും ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള എക്സാമ്പിളുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതായത് നോർത്തേൺ സെക്ടറിൽ ക്രമാതീതമായി സീറ്റ് വർദ്ധിച്ചാൽ എല്ലാ രീതിയിലുള്ള കേന്ദ്ര ധനവും അലോട്ട് ചെയ്യുന്നത് അവരിലേക്ക് മാത്രമായിരിക്കും. അങ്ങനെ ദക്ഷിണേന്ത്യ സംസ്ഥാനത്തെ GDP തകർക്കുക, അവരെ ദരിദ്രരാക്കുക. രണ്ടാണ് ഉദ്ദേശം. വോട്ട് ബേസിസ് മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകൾ സെൽഫ് സഫിഷ്യൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുമ്പോഴും കേരളത്തിൻ്റെ സർവീസസുകൾ നോക്കും, IT സെക്ടറുകൾ നോക്കും, തമിഴ്നാട്ടിൽ അവരുടെ ഫാമിംഗ് മെത്തേഡുകൾ നോക്കൂ, ആന്ധ്രയുടെ മെത്തേഡുകൾ നോക്കൂ. ഇത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ വളർച്ച അസൂയാവഹമായി കാണുന്നു. കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമന് എങ്ങനെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതി പൊളിച്ചെടുക്കണമെന്ന് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. അത്രയും വേഴ്സ്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഇരിക്കുമ്പോൾ നന്മയൊന്നും അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട. പരരാഷ്ട്രീയക്കാരിയും ചന്ത രീതിയിലുള്ള പ്രവർത്തനവും നടത്തുന്ന ഒരു സമീപനമെടുക്കുകയാണ് നിർമ്മലയും കൂട്ടുകാരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നത് ശക്തമായി എതിർക്കാൻ അനുകൂല ചിന്താഗതിയുള്ള നോർത്തേൺ സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് ഭരിക്കുന്ന BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളും ശ്രമിക്കുന്നത്.